ഹായ് ഹലോ നമ്മൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സ്കിൻ കെയർ അതുപോലെ തന്നെ ഹെയർ കെയർ പ്രൊഡക്റ്റിലൊക്കെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് കെമിക്കൽസും അതുകൊണ്ടുണ്ടാകുന്ന ദോഷങ്ങളൊക്കെയാണ് കേട്ടോ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ വെൽക്കം ടു SK ബ്യൂട്ടി വ്ളോഗ്സ്. അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് മെർക്കുറിയാണ് കേട്ടോ. ഈ മെർക്കുറി ക്യാൻസറിന് കാരണമാവുന്ന സ്റ്റഡീസ് ഒക്കെ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കെമിക്കൽ കൂടുതലായിട്ടും ചേർക്കുന്നത് ലിപ്സ്റ്റിക്കുകളിലാണ്. മണിക്കൂറുകളോളം നമ്മൾ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്കുകൾ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കെമിക്കൽ ചേർക്കുന്നത്. ഈ മെർക്കുറി ആഡ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്കുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ലിപ്സ്റ്റിക്കുകൾ നമ്മുടെ വായിലേക്ക് പോകാനും പിന്നീട് അലർജി അതുപോലെ തന്നെ ക്യാൻസർ ഒക്കെ വരാനും ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ലിപ്സ്റ്റിക്കുകൾ വാങ്ങാൻ പോകുന്ന സമയത്ത് ബ്രാൻഡ് നെയിമൊന്നും കണ്ട് നല്ലതാണെന്ന് തെറ്റിദ്ധരിക്കരുത്. അതിൻ്റെ ഇൻഗ്രീഡിയൻ്റ് ഒക്കെ ആദ്യം നിങ്ങൾ നോക്കുക, അതിനുശേഷം മാത്രം ലിപ്സ്റ്റിക്കുകൾ വാങ്ങുക, യൂസ് ചെയ്യുക. രണ്ടാമത്തെ ഒരു കെമിക്കലിൻ്റെ പേരാണ് കോൾട്ടാർ. താരൻ, സോറിയാസിസ് ഇതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റിലാണ് പൊതുവെ ഈ ഒരു കെമിക്കൽ ആഡ് ചെയ്യുന്നത്. ചൊറിച്ചിൽ, എക്സിമ എന്നിവയൊക്കെ മാറ്റുമെന്ന് ഉറപ്പ് പറയുന്ന പ്രൊഡക്റ്റിലൊക്കെ ഈ ഒരു നെയിം കാണാം. കോൾട്ടാറിനെ കാർസിനോജൻ എന്നും അറിയപ്പെടാറുണ്ട്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് വഴി നമുക്ക് അലർജി കൂടാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ കോൾട്ടാർ സ്കിൻ കെയർ അതുപോലെ തന്നെ ഹെയർ കെയർ പ്രൊഡക്റ്റിലൊക്കെ യൂസ് ചെയ്യുന്നത് യൂറോപ്യൻ യൂണിയൻ ബാൻ ചെയ്തിട്ടുണ്ട്. ഇനി തേർഡ് കെമിക്കലിൻ്റെ പേരാണ് പാരബൻ. സ്കിൻ കെയർ അതുപോലെ തന്നെ ഹെയർ കെയർ പ്രൊഡക്റ്റിലൊക്കെ യൂസ് ചെയ്യുന്ന വലിയൊരു കെമിക്കലാണ് ഈ ഒരു പാരബൻ. ഷാംപൂ, ടൂത്ത് പേസ്റ്റ്, മോയ്സ്ചറൈസർ, ലുബ്രിക്കൻസ് എന്നിവയിലെല്ലാം തന്നെ ഇത് ആഡ് ചെയ്തിട്ടുണ്ടാവും. ഈ പാരബൻ ക്യാൻസർ ഉണ്ടാക്കുന്ന ഒരു വലിയൊരു കെമിക്കലാണ്. മാത്രമല്ല ബ്രസ്റ്റ് ക്യാൻസർ ഉള്ളവരിൽ ഇതിൻ്റെ ഒരു സാന്നിധ്യം തന്നെ ഈയിടെയായിട്ട് കണ്ടിട്ടുണ്ട്. അടുത്തൊരു കെമിക്കലിൻ്റെ പേരാണ് മിനറൽ ഓയിൽ. ഇത് പോർസ് ഒക്കെ നല്ലപോലെ ക്ലോഗ്ഡ് ആക്കും. അതുപോലെ തന്നെ ഓയിലി, ആക്നെ പ്രോൺ സ്കിൻ ടൈപ്പേഴ്സ് യൂസ് ചെയ്താൽ ഫേസിൽ നല്ലപോലെ പിമ്പിൾസും വരും. പാരഫിനം ലിക്വിഡ്, പെട്രോലാറ്റം മിനറൽ ഓയിൽ ഇതൊക്കെ മിനറൽ ഓയിലിൻ്റെ വേറൊരു നെയിമാണ്. ഇനി അടുത്തൊരു കെമിക്കലിൻ്റെ പേരാണ് സോഡിയം ലോറിൽ സൾഫേറ്റ്. ഷാംപൂ, ഫേസ് വാഷ്, ഹാൻഡ് വാഷ് ഇതിലൊക്കെയാണ് ഈ ഒരു കെമിക്കൽ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. ഇനി ഇത് യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിനെ നല്ലപോലെ ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് വഴി പിമ്പിൾസ് വരാനും നമ്മുടെ സ്കിന്നിന്റെ ടെക്സ്ചർ വരെ മാറിപ്പോവാനും ചാൻസ് ഉണ്ട്. ഇനി സിക്സ്ത് കെമിക്കലിന്റെ പേരാണ് ലാനോലിൻ. അനിമൽസിൽ നിന്ന്, പ്രത്യേകിച്ച് ആടുകളിൽ നിന്നൊക്കെ എടുക്കുന്ന ഒരു കൊഴുപ്പാണിത്. ഈ ഒരു കെമിക്കൽ പൊതുവേ യൂസ് ചെയ്യുന്നത് ഡ്രൈ സ്കിന്നിനെ ഒന്ന് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മോയ്സ്ചറൈസറിലൊക്കെയാണ് കൂടുതലായിട്ടും ഇത് യൂസ് ചെയ്യുന്നത്. ഇനി സെവൻത്ത് കെമിക്കൽ വന്നിട്ട് PABA. ഇത് സൺസ്ക്രീനിന്റെ നോർമൽ UVB ഫിൽറ്റർ ആണ് ഈ PABA. ഇതിന്റെ ഫുൾ നെയിം വന്നിട്ട് പാര അമിനോ ബെൻസോയിക് ആസിഡ്. കെമിക്കൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് തുളച്ച് കയറുക എന്നൊക്കെ പറയാറില്ലേ, ആ ഒരു കണ്ടീഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും. ഇനി സെൻസിറ്റീവ് സ്കിൻ ടൈപ്പേഴ്സ് ഒക്കെ യൂസ് ചെയ്താൽ അലർജി ഒക്കെ കൂടാനും ചാൻസ് ഉണ്ട്. പിന്നെ പല കൺട്രീസിലും ഈ ഒരു കെമിക്കൽ ബാൻ ചെയ്തിട്ടുണ്ട്. ഇനി സൺസ്ക്രീൻ വാങ്ങുന്ന സമയത്ത് ഈ ഒരു കെമിക്കൽ അതിൽ ആഡ് ആണോ എന്ന് എന്തായാലും ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. ലാസ്റ്റ് കെമിക്കലിന്റെ പേരാണ് സ്റ്റിയറിക് ആസിഡ്. ഇത് നമ്മുടെ സ്കിന്നിനെ സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. എന്നാൽ ഈ ഒരു കെമിക്കൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ പോൾസ് ഒക്കെ ക്ലോഗ്ഡ് ആവാനും പിമ്പിൾസ് കൂടാനും ചാൻസ് ഉണ്ട്. പിമ്പിൾസ് ഒക്കെ നല്ലപോലെ ഉള്ളവരാണെങ്കിൽ ഈ ഒരു കെമിക്കൽ വരുന്ന പ്രൊഡക്റ്റ് ഒക്കെ സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇതിന്റെ വേറെ പല നെയിമാണ് എമോൾസോൾ 132 എന്നും അതുപോലെ തന്നെ എമോൾസോൾ 120 അതുപോലെ തന്നെ 150 ഗ്ലൈക്കോൾ DP എന്നൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സ്കിൻ കെയർ പ്രൊഡക്റ്റിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന കുറച്ച് കെമിക്കൽസ്. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റിലൊക്കെ ഇത് ഉണ്ടോ എന്ന് നോക്കുക. അതുപോലെ തന്നെ ഇനി വാങ്ങാൻ പോകുന്ന സ്കിൻ കെയർ പ്രൊഡക്റ്റിലാണെങ്കിലും ഈ കെമിക്കൽസ് ഒക്കെ ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ വാങ്ങുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.